ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മാത്സ് എക്സാമിൻ്റെ റിവ്യൂ ആണ് ഗൈസ്. സത്യം പറയാമല്ലോ, മാത്സ് എക്സാമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം ഒരു അനാലിസിസ് നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിരുന്നു, വേറൊന്നും എനിക്ക് വേണ്ട. ക്വസ്റ്റ്യൻസ് സിമ്പിളായിരുന്നു, ബട്ട് സമയം കിട്ടുന്നില്ല. അതുപോലെ തന്നെ മൊത്തം വെക്റ്ററിൻ്റെ കളിയായതുകൊണ്ട് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തെറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പയ്യെ ചെയ്യുമ്പോൾ സമയം കൊണ്ടേയിരിക്കുന്നു. അതായത് എനിക്ക് മൂന്ന് ക്വസ്റ്റ്യനെങ്ങാണ്ട് ഇവിടെ ഞാൻ വിട്ടു, ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ലീനിയറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, സ്കൂളിനായിട്ട് ലീനിയറും കൂടെ പറഞ്ഞു. അപ്പം ലീനിയറും ചെയ്യാൻ പറ്റിയില്ല മര്യാദയ്ക്ക്, അതുകൊണ്ട് തെറ്റാന്ന് തോന്നുന്നു. കാരണം 5 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നു, ബെല്ലടിക്കാറായെന്ന് പറഞ്ഞ് ഒരു പേപ്പർ കെട്ടിട്ട് എഴുതുന്നു പറഞ്ഞു പ്രാന്ത് പിടിച്ച്. ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. വേറെ എന്താണ്, ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ പോലും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ സ്റ്റാർട്ടിങ് സ്റ്റക്കാണ്. തുടക്കം വാങ്ങിയിട്ട് തുടക്കം സെറ്റ്, അവസാനമാകുമ്പോൾ അങ്ങോട്ട് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കായിരുന്നു സത്യം പറഞ്ഞാൽ. സത്യമായി വേണ്ടേ 3D ഇൻ്റഗ്രേഷൻ നോക്കണ്ടായിരുന്നു. ഈ എക്സാമിന് ഇൻ്റഗ്രേഷൻ നോക്കിയില്ല എന്നെ പോലും. ബാക്കിയുള്ള ചാപ്റ്റർ നോക്കിയാൽ മതിയായിരുന്നു. എന്ത് ദൈവം, എനിക്ക് മാത്രം എന്തിങ്ങനെ തലതിരിഞ്ഞ് വരുന്നെന്ന് എനിക്കറിയത്തില്ല. മാത്സ് എക്സാമും കുളമായി. എക്സാം കുളമായെന്നല്ല, മീൻസ് ഞാൻ ഇന്നലത്തെക്കാളും കുറച്ച് പെർഫോമൻസ് എനിക്ക് ചെയ്യാൻ പറ്റി, പക്ഷേ എനിക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, സമയം കിട്ടിയില്ല. ക്വസ്റ്റ്യൻസിൻ്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ട്. പിന്നെ വെക്റ്ററും 3Dയും തമ്മിൽ നമുക്ക് ഒരുമാതിരി കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നം. 3Dയും വെക്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് എനിക്ക് ദേഷ്യം വന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റഗ്രേഷൻ കണ്ടിന്യൂ ആക്കാൻ ഡിഫറൻഷ്യബിലിറ്റി ആയിട്ടൊന്നും എല്ലാം ചോദിക്കാനല്ലോ, അത് ചോദിച്ചില്ല. എന്തോന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ഒരുമാതിരി. എൻ്റെ ഇൻ്റഗ്രേഷൻ ഓപ്ഷനേ വിടായിരുന്നു സത്യം പറഞ്ഞാൽ. അതും ഒരുമാതിരി കഷ്ടമാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ചെയ്യാൻ പറ്റി, കൊള്ളായിരുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഒരെണ്ണം കൂടെ ചെയ്യണം. ഞാൻ അത് ലാസ്റ്റ് മിനിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഇരുന്നിട്ട് അതും ചെയ്യാൻ പറ്റിയില്ല. ഒരുമാതിരി വല്ലാത്ത അവസ്ഥ. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നു എക്സാം എന്ന് പറയാം. എക്സാം ഈസി മീൻസ് ഇവിടെ ഒരാഴ്ചയൊക്കെ മുമ്പ് കണക്ക് സെറ്റായിട്ട് പഠിച്ച് ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഫുള്ള് മേടിക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. വേറെ ഒരു വർത്താനം ഇല്ല സത്യം പറഞ്ഞാൽ. സിമ്പിളായിരുന്നു. ഫിസിക്സിൻ്റെ എത്ര പോലും വെള്ളം കുടിച്ചില്ല. മീൻസ് മാത്സിൻ്റെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ മറ്റേത് വന്നുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത്. ഇൻ്റഗ്രേഷൻ എനിക്ക് ഡിറ്റർമിനൻസിൻ്റെ പോലും ചെയ്യാൻ സമയം. വെക്ടറിൻ്റെ കളിയാൻ എനിക്ക് ഒരെണ്ണം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 0 ആണ്. ഇത് 0 കിട്ടുന്നില്ല. എനിക്കാണ് ടെൻഷൻ അടിക്കുന്നത്. ഇതെന്താണ് കേട്ടത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ സൈനൊക്കെ മാറിക്കിടക്കുന്നു, മൈനസ് ഉള്ളത് പ്ലസ്. എന്ത് ദൈവമേ, അങ്ങനെ അതും എല്ലാം തിരുത്തി വന്നപ്പം ലാസ്റ്റ് എല്ലാം പോയി, കയ്യിൽ നിന്ന് പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എക്സാമും കയ്യിൽ നിന്ന് പോയി, എല്ലാ പരീക്ഷയും കയ്യിൽ നിന്ന് പോവാണ്. ഇനിയിപ്പോൾ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയാണ്. ഇതിപ്പം കമ്പ്യൂട്ടർ കയ്യിൽ നിന്ന് ശരിക്കും പോയി. കമ്പ്യൂട്ടർ ഇത്ര ഈസി ആയി. ഫിസിക്സ് പിന്നെ എല്ലാവർക്കും 3G ആയതിൻ്റെ ഒരു മനസ്സമാണ്, ഒരു സുഖമുണ്ട്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പിന്നെ മാത്രം സഹിച്ചാൽ മതിയല്ലോ. പിന്നെ ബയോളജി വരുമല്ലേ കേസ്. ബയോളജി എനിക്ക് ഇത്തിരി ടഫുള്ള പേപ്പർ ഇനി വേറെ കിട്ടത്തില്ല കേസ്. കമ്പ്യൂട്ടർ സയൻസ് വരെ ബ്രാക്കാണ്. ബയോളജി നല്ല കട്ടിയായിരിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, വേറെ ഒന്നും പിന്നെ നമുക്കും വേണ്ടേ ഒരു മനസ്സുഖം. പിന്നെ എന്താണ്, കമ്പ്യൂട്ടർ പോയി. ഇനിയിപ്പോൾ കെമിസ്ട്രി, ലാസ്റ്റ് എക്സാം കെമിസ്ട്രിയാണ്. അതായത് സബ്ജക്റ്റിലെല്ലാം പോയി, സബ്ജക്റ്റ് മൊത്തം പോയി. ഇനിയിപ്പോൾ കെമിസ്ട്രി ആണ് ഉള്ളത്. ഞാൻ ഇന്നലെ സൈലത്തിൻ്റെ ലൈവ് കണ്ടോളാം. പരീക്ഷയുടെ ദിവസം ഞാൻ ലൈവൊന്നും കാണാറായില്ല. അത് വേറെ ആയും മീൻസ് പരീക്ഷയുടെ ഈ ഒരാഴ്ച പഠിപ്പിക്കുന്ന സമയത്തൊക്കെ വല്ലതും അങ്ങനെ കാണുമെങ്കിലും പരീക്ഷയുടെ ദിവസം ഒരിക്കലും ഞാൻ ലൈവ് കാണത്തില്ല. പക്ഷേ ഇന്നലെ എന്തുകൊണ്ടോ എനിക്ക് കാണാൻ തോന്നി, ഞാൻ കണ്ടു. പക്ഷെ അതേ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. പകുതിക്ക് വെച്ച് നിന്ന് പോവുക. കൺഫ്യൂഷൻ, ഇക്വേഷൻ്റെ ഒരു മാതിരി പിടിക്കുന്ന ക്വസ്റ്റ്യൻ. എനിക്കറിയത്തില്ല ഇൻ്റഗ്രേഷൻ തൊടാൻ. എനിക്കൊന്ന് ഇന്നലെ ഞാൻ ഇൻ്റഗ്രേഷൻ കുറച്ച് കുറേ നേരം സമയം എടുത്തു. അത് ഇന്നലെ ഒരു 3 മണിക്ക് പഠിക്കാൻ ഇരുന്നിട്ട് ഒരു 8 മണി വരെ ഞാൻ ഇൻ്റഗ്രേഷൻ മാത്രം നോക്കിക്കൊണ്ടിരുന്നു.
ഒരു ആവശ്യമില്ലായിരുന്നു. ബാക്കിയുള്ള മയക്കുള്ള ചാപ്റ്റേഴ്സ് എല്ലാം വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഫുൾ അടിക്കായിരുന്നു. അതും പോയി. എൻ്റെ ദൈവമേ, സമയവും കിട്ടിയില്ല. എനിക്ക് ദേഷ്യം വരുന്നത്. ഇൻവേഴ്സൊക്കെ പിന്നെ നോക്കിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. സത്യം പറയാം, എനിക്ക് ചാവാൻ തോന്നി. സബ്ജക്റ്റ് പോയി, എല്ലാം പോയി. സത്യം പറയാലോ, ഇത് എന്താണെന്ന് പറയാം, നമ്മുടെ +2 സ്റ്റുഡൻസ് എന്നല്ല നമ്മളെ വിളിക്കേണ്ടത്, മറ്റേ എക്സ്പെരിമെൻ്റൽ സ്റ്റുഡൻസ്. അതായത് പരീക്ഷണ വസ്തു, പരീക്ഷിക്കാൻ പറ്റിയ സ്റ്റുഡൻസ്. അതായത് എന്ത് കിട്ടിയാലും നമുക്കിട്ട പരീക്ഷിക്കുന്ന മൊത്തം. മറ്റേ ബയോളജിക്കകത്ത് ലാബിനകത്ത് തവളയെ കൊണ്ടുപോകത്തില്ലേ, അതിനകത്ത് അവസ്ഥ പോലാണ് ഇപ്പം എൻ്റെ അവസ്ഥ. നമ്മുടെ അല്ല, നമ്മുടെ അവസ്ഥ. എന്ത് ഞാൻ സത്യം പറയാം, എനിക്കിപ്പോൾ നല്ലപോലെ കണ്ടു. ഇപ്പം ഞാൻ സത്യമാണ് കഴിഞ്ഞ +2 കാരുടെ ബാച്ച് ഇരുന്നാൽ മതിയായിരുന്നു ഇപ്പം തോന്നുന്നു. എന്താണ്, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരുന്നു. ഒരു എക്സാം പോലും എനിക്ക് ടഫാക്കിയിട്ടില്ല. എനിക്കൊന്നും എൻ്റെ അറിവിലൊന്നും ഇല്ല. എല്ലാം അത്യാവശ്യം സിമ്പിളായിരുന്നു. നമ്മുടെ മാത്രമേ എല്ലാം കോളമാക്കി തരുന്നുണ്ട്. 2025 ബാച്ച് എന്ന് പറയുമ്പോൾ ഒരുമാതിരി ശോകം പിടിച്ച ബാച്ച്. ഇത്രയും ഗതികെട്ട എന്തോ മറ്റേ എന്താണ് പറയുക, എന്തോ ഒരു പ്രേതബാധ പിടിച്ച പോലത്തൊരു എന്ത് തൊട്ടാലും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു ബാച്ച്.